അപ്പോൾ +2 ഫിസിക്സുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചത്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താം, അതുപോലെ ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിൽ വരുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്, ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പോയിന്റിൽ വരുന്ന പൊട്ടൻഷ്യൽ എത്രയാണ് എന്നത് വരെ ചർച്ച ചെയ്തു. അതിലെ ഡൈപോളുമായി ബന്ധപ്പെട്ട് ഇക്വറ്റോറിയൽ പ്രത്യേകിച്ച് എന്ത് വരത്തില്ല, പൊട്ടൻഷ്യൽ വരത്തില്ല എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ ആക്സിയലും ഇക്വറ്റോറിയലും നേരിട്ട് ചോദിക്കുന്നതിന് പകരം മറ്റൊരു രീതിയിൽ ചോദിക്കും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഓഫ് ഡൈപോൾ. ഡൈപോളിന്റെ ഏതൊരു പോയിന്റിലെയും പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താം. ആക്സിയൽ ആണെങ്കിൽ നമുക്കറിയാം അത് 1/4πε0 P/r² ആണ്. ഇക്വറ്റോറിയലിലാണെങ്കിൽ പ്രത്യേകിച്ച് എന്തില്ല, പൊട്ടൻഷ്യൽ ഇല്ല. എന്നാൽ എനി പോയിന്റ്, ഏതൊരു പോയിന്റിലെയും പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താം. അപ്പൊ അത് പറയുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കുമ്പോൾ ഇതൊരു ഡൈപോൾ ആണ്, -q + q തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. നോക്കിക്കേ, ഈ ഡൈപോളിന്റെ സെറ്റ് പേര് കൊടുക്കാം. AB എന്നതാണ് ഡൈപോൾ. ഡൈപോളിന്റെ സെന്റർ ഭാഗത്ത് O എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ ഓയിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ P എന്ന പോയിന്റ് ഡൈപോളുമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ തീറ്റ ആംഗിൾ 90 ഡിഗ്രി വന്നാൽ അത് ഇക്വറ്റോറിയൽ ലൈനായി. തീറ്റ ആംഗിൾ 0 ഡിഗ്രി വന്നാൽ ആക്സിയൽ ലൈനായി. ആക്സിയൽ ലൈനിൽ എത്ര എന്നും ഇക്വറ്റോറിയൽ ലൈനിൽ എത്ര എന്നും നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ ചോദ്യമല്ല, അറ്റ് എനി പോയിന്റ്, ഇതിനിടയിൽ എവിടെ വന്നാലും എങ്ങനെ കണ്ടെത്താം, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ -q എന്ന ചാർജ് പിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. -q എന്ന ചാർജ് പിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ. അതുപോലെ +q ചാർജ് പിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ. -q ചാർജ് പിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. എഴുതാം, പൊട്ടൻഷ്യൽ ഡ്യൂ ടു -q എന്ന് പറഞ്ഞാൽ അത് V1 ആണ്. V1 = എങ്ങനെ എഴുതാം, V1 = 1/ ഒരു ചാർജ് ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ 1/4πε0 ആ ചാർജ് -q ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് ഇവിടെ ആരാണ്, AP. ഡൗട്ട് ഇല്ല, -q എന്ന ചാർജ് പിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ V1 ആണ്. ഒരു ചാർജ് ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമവാക്യം 1/4πε0 ആ ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ആ ചാർജ് -q ആണ്, ഡിസ്റ്റൻസ് AP ആണ്. ചിത്രം നോക്കുമ്പോൾ അറിയാം, ചിത്രത്തിൽ AP നമുക്ക് അറിയത്തില്ല. അപ്പൊ AP കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ഈ ലൈൻ, ഈ ഡോട്ടഡ് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, പുറത്തേക്ക് വരയ്ക്കുക. വരച്ചിട്ട് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആയി, 90 ഡിഗ്രി ആണ്. ഇത് തീറ്റ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആംഗിൾ എന്തായിരിക്കും, തീറ്റ. ഓപ്പോസിറ്റ് ആംഗിൾ എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. പേര് കൊടുക്കാം, N എന്ന് പേര്. ചുരുക്കി പറഞ്ഞാൽ AP അറിയത്തില്ല നമുക്ക്, പക്ഷേ AP കണ്ടെത്തുന്നതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, AP is approximately equal to ആരാണ്, Pn ആണ്. ഇവിടെ AP എന്ന് പറഞ്ഞാൽ AP അപ്രോക്സിമേറ്റ്ലി, ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി രണ്ട് രീതിയിൽ അപ്രോക്സിമേറ്റ്ലി കാണിക്കും. ഇങ്ങനെ ഇപ്പൊ പഠിക്കുക. AP അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആരാണ്, Pn ആണ്. ഓക്കെ, AP യുടെ വാല്യൂ Pn ന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. ഏകദേശം AP എന്ന് പറഞ്ഞാലും Pn എന്ന് പറഞ്ഞാലും ഏകദേശം ശരാശരി തുല്യമാണ്. ഇനി Pn എന്ന് പറഞ്ഞാൽ ആരാണ്, Pn എന്ന് നോക്കി പറഞ്ഞ Pn എന്ന് പറഞ്ഞാൽ PO + ON ആണ്. Pn മീൻസ് PO + ON. അങ്ങനെയാണെങ്കിൽ Pn = PO ആരാ, PO മീൻസ് സെന്ററിൽ നിന്ന് P യിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് 6 ആണ്. പ്ലസ് ON അറിയത്തില്ല, അപ്പൊ ON എന്ന് മാത്രം എഴുതുക. ON എന്ന ദൂരം അറിയത്തില്ല, ON എന്ന്. ഇനി കൺസിഡർ ട്രയാങ്കിൾ. ഒരു ത്രികോണം പരിഗണിക്കുക. ത്രികോണത്തിന്റെ പേര് ANO എന്നാണ്. ANO. അതിൽ നിന്നും
കോസ് തീറ്റ പറയുക. കോസ് തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് സമീപത്തുള്ള സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ്. തീറ്റയ്ക്ക് സമീപമുള്ളത് ON ആണ്. ON ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ്. ഹൈപ്പോട്ടനീസ് AO ആണ്. അപ്പൊ കോസ് തീറ്റ സമം ON ഡിവൈഡഡ് ബൈ AO. AO മീൻസ് അത് AB യുടെ പകുതിയാണ്. AB യുടെ പകുതി ആയതുകൊണ്ട് AB 2A ആണ്. AB യുടെ പകുതി A ആണ്. അതിൽ നിന്ന് ON സമം A cos തീറ്റ. ഈ കിട്ടിയ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പൊ therefore PN സമം R plus A cos തീറ്റ. PN ന്റെ വാല്യൂ R plus A cos തീറ്റ എന്ന് കിട്ടി. PN R plus A cos തീറ്റ ആണെങ്കിൽ PN ന്റെ വാല്യൂവിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് AP യുടെ വാല്യൂ. therefore അതുകൊണ്ട് AP യും എന്തായിരിക്കും? AP യും R plus A cos തീറ്റ ആയി. ഇത്രയും ഡൗട്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇച്ചിരി വലിയ ഡെറിവേഷൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ആക്സിയലും ഇക്വറ്റോറിയലും അറ്റ് എനി പോയിന്റ്, ഇത് മൂന്നും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ ഡ്യൂ ടു -q ചാർജ് പറഞ്ഞു. V1 ആണ്. V1 കണ്ടുപിടിച്ചപ്പോൾ ഒരു ഡിസ്റ്റൻസ് വന്നു. ആ ഡിസ്റ്റൻസ് ഇതിന് ഈക്വൽ എന്നും പറഞ്ഞെടുത്തു. ആ ഡിസ്റ്റൻസ് എഴുതി. അപ്പോൾ ON കയറി വന്നു. ON നെ കണ്ടെത്താൻ ഒരു ത്രികോണത്തിലേക്ക് പോയി. അതിൽ നിന്ന് PN കിട്ടി. PN APക്ക് ഈക്വൽ ആണ്. APക്ക് വാല്യൂ കിട്ടിയില്ലേ? ഇനി ഇതെടുത്ത് ഇവിടെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ V1 ന്റെ വാല്യൂ V1 എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു -q ഡിവൈഡഡ് ബൈ AP യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? R plus A cos തീറ്റ എന്ന് കൊടുക്കുക. V1 കിട്ടി. V1 കിട്ടിയതുപോലെ ഞാൻ ഇപ്പൊ എന്തെല്ലാം സ്റ്റെപ്പ് ചെയ്തോ അതുപോലെ എന്ത് കണ്ടെത്തുക? ഈ +q കാരണം ഇതിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ കണ്ടെത്തുക. അതായത് V2 കണ്ടെത്തുക. V2 കണ്ടെത്തുക. ആ V2 കിട്ടിക്കഴിഞ്ഞാൽ V1നോട് V2 കൂട്ടുമ്പോൾ P എന്ന പോയിന്റിൽ എന്തായി? ടോട്ടൽ പൊട്ടൻഷ്യൽ ആയി. ഓക്കെ, അപ്പൊ V1 കിട്ടിയതുപോലെ V2 പറഞ്ഞേ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഏത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു +q. +qയുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതണം? V2 എന്ന് എഴുതാം. V2 സമം 1/4πε0 ഇൻറ്റു ചാർജ് +q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ആരാ? BP. ഓക്കെ, BP നമുക്ക് അറിയത്തില്ല. നേരത്തെ AP അറിഞ്ഞുകൂടാത്ത സമയത്ത് എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് ആ AP അപ്രോക്സിമേറ്റ്ലി PN ആണെന്ന് പറഞ്ഞെടുത്തത്. എന്നിട്ട് PN കണ്ടെത്തി. അപ്പൊ അതുപോലെ BP അറിയത്തില്ലാത്തത് കൊണ്ട് ബിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ബിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരച്ചു. ഇതാണ് 90 ഡിഗ്രി. പേര് കൊടുക്കുക, D എന്ന് ഞാൻ കൊടുക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അങ്ങനെ കൊടുത്താല് ഇവിടെ നോക്കിക്കേ, BP യുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് DPക്ക്. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഒരു പോയിന്റ് ഇതാണ്, ഇങ്ങനെ വരച്ചു. ഇവിടത്തെ ആംഗിൾ സെയിം ആണ് അല്ലെങ്കിൽ ചെറുതാണ് എങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസുകളും എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അതുപോലെ ഈ ചെറിയൊരു ആംഗിൾ ആണ് എങ്കിൽ ഈ പറഞ്ഞ DPയും BPയും എന്തായി വരും? ഈക്വൽ ആയി വരും. therefore ഇവിടെ എന്തെന്ന് എഴുതാം? ഹിയർ ഇവിടെ BP അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആര്? DP. BP യുടെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? DPക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക? DP കണ്ടെത്തുക. DP കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? DP കണ്ടെത്താൻ POയിൽ നിന്നും OD കുറച്ചാൽ മതി. അപ്പൊ DP സമം PO മൈനസ് OD. DP ഈക്വൽ ടു PO. PO ആരാ? PO മീൻസ് R ആണ്. R ൽ നിന്ന് OD കുറയ്ക്കുക. R മൈനസ് OD. OD അറിയത്തില്ല. OD അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഈ ത്രികോണത്തിൽ നിന്നും എന്തെഴുതുക? OD എഴുതുക. ഒരു ത്രികോണം പരിഗണിക്കുക. കൺസിഡർ ട്രയാങ്കിൾ BOD. BOD എന്ന ത്രികോണം കണ്ട? BOD. കോസ് തീറ്റ പറയുക. കോസ് തീറ്റ സമം അഡ്ജസന്റ് സൈഡ്. തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഇതാണ്. ഇതെടുക്കാൻ പറ്റൂല, കാര്യം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോട്ടനീസ് ആണ്.
ഇതാണ് അഡ്ജസന്റ് സൈഡ് ഒ ഡി ബൈ ഹൈപ്പോട്ടനീസ്. ഹൈപ്പോട്ടനീസ് ഒ ബി ആണ്. ഒ ബി മീൻസ് എ ആണ്. അപ്പോൾ ഒ ഡി ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എ കോസ് തീറ്റ എന്ന് കിട്ടി. ഇപ്പോൾ ഒ ഡി എ കോസ് തീറ്റ ആണെങ്കിൽ ഡി പി എന്തായിരിക്കും? ഡി പി എന്ന് പറഞ്ഞാൽ ആർ മൈനസ് എന്തായിരിക്കും? എ കോസ് തീറ്റ ആയിരിക്കും. ഡി പി ആർ മൈനസ് എ കോസ് തീറ്റ ആണെങ്കിൽ ഡി പി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് ബി പിക്ക്. ദെയർഫോർ ബി പി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആർ മൈനസ് എ കോസ് തീറ്റ. അങ്ങനെ ബി പി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുക, V2 ചെയ്യുക. Therefore V2 സമം 1/4 pi epsilon naught into Q divided by BP ക്ക് പകരം R minus A cos theta എന്ന് എഴുതും. V1 കിട്ടി, V2 കിട്ടി. ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ, ഇവിടത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ രണ്ടും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. ടോട്ടൽ പൊട്ടൻഷ്യൽ V സമം V1 പ്ലസ് V2. V സമം V1 ആരാ? V1 1/4 pi epsilon naught into minus Q by R plus A cos theta അല്ലേ? 1/4 pi epsilon naught into minus Q by R plus A cos theta plus V2 ആരാ? V2 1/4 pi epsilon naught into Q by R minus A cos theta. 1/4 pi epsilon naught into Q by R minus A cos theta. രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് ഏതെടുക്കാം? V equal to Q divided by എന്തെടുത്തു? 4 pi epsilon naught കോമൺ എടുത്തു. അങ്ങനെ കോമൺ എടുത്താൽ ഇവിടെ -1 divided by ആരുണ്ട്? R plus A cos theta ഉണ്ട്. ഇവിടെ 1 divided by ആരുണ്ട്? R minus A cos theta ഉണ്ട്. ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടെത്താനായിട്ട് V1നോടൊപ്പം V2 കൂട്ടി, V1ലും V2ലും ഉള്ളത് പൊതുവായിട്ട് വരുന്നത് കോമൺ ആയിട്ട് എടുത്തു. ഇനി എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററുകൾ ഗുണിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. V is equal to Q by 4 pi epsilon naught into ക്രോസ് ചെയ്യുമ്പോൾ -R, മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം, പ്ലസ് A cos theta, ഇവിടെ പ്ലസ് R പ്ലസ് A cos theta divided by A plus B into A minus B. അപ്പോൾ R square minus A square cos square theta. മൈനസ് ആറും പ്ലസ് ആറും ക്യാൻസൽ ചെയ്യുക. A cos തീറ്റയോടൊപ്പം A cos തീറ്റ കൂട്ടിയാൽ അത് 2A cos തീറ്റ ആണ്. ഇങ്ങോട്ട് എഴുതാം. ഇങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ V സമം Q by 4 pi epsilon naught into 2A cos theta by R square minus A square cos square theta. 2A into Q എന്ന് പറഞ്ഞാൽ അത് P ആണ്. അങ്ങനെയാണെങ്കിൽ V സമം 1/4 pi epsilon naught into P cos theta divided by R square minus A square cos square theta. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിനുള്ള സമവാക്യം. ഇതൊരു വലിയ ഡെറിവേഷൻ ആണ്. ശ്രദ്ധിച്ചു, വേറെ ഒന്നുമില്ല. ഈ ചിത്രം വരയ്ക്കാനും ഈ V1 എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഐഡിയ കിട്ടിയ അതേ കൺസെപ്റ്റ് തന്നെയാണ് V2. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. കോമൺ ആയിട്ടുള്ളവ പുറത്തെടുക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഇതൊക്കെ നമ്മൾ വേറെ ഡെറിവേഷനിൽ പല സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ 2A into Q വരും, അവിടെ P എന്ന് കൊടുക്കും. ഇക്വേഷൻ ഈ ഡൈപോളിന്റെ ഏതൊരു പോയിന്റിൽ വെച്ചാൽ, ഇവിടെ ആകട്ടെ ഇവിടെ ആകട്ടെ ഇവിടെ ആകട്ടെ, ആ എവിടെ വെച്ചാലും പൊട്ടൻഷ്യൽ കണ്ടെത്താൻ 1/4 pi epsilon naught into P cos theta divided by R square minus A square cos square theta എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച ആക്സിയൽ പോയിന്റിലേക്കും ഇക്വറ്റോറിയൽ പോയിന്റിലേക്കും എത്താൻ പറ്റും. എങ്ങനെയാന്ന് ചോദിച്ചാൽ കേസ് ഫസ്റ്റ്, ആക്സിയൽ ആകുമ്പോൾ നോക്കിക്കേ, ഇങ്ങനെ ഇരിക്കുന്ന പോയിന്റ് ഇതാ ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ തീറ്റ 0ആണ്. അപ്പൊ ഇവിടെ തീറ്റയ്ക്ക് പകരം എത്ര കൊടുക്കുക? 0 കൊടുക്കുക. അങ്ങനെ 0 കൊടുത്താൽ V is equal to 1/4
4πε0 into p divided by എന്തെന്ന് വരും r സ്ക്വയർ എന്ന് വരും. കാര്യം cos തീറ്റ cos 0 1 ആണ്, ഇവിടെ a സ്ക്വയർ cos 0 1 ആണ്. അപ്പോൾ ഇവിടെ a സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും 1 എന്ന് വരും അല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ മൈനസ് എന്തെന്നും കൂടെ വരും a സ്ക്വയർ എന്നും വരും. ഇവിടെ r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a എന്ന കണ്ടീഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തെഴുതുമ്പോൾ a ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ആക്സിയലിലെ കാര്യം. ഓക്കെ, ഇക്വറ്റോറിയലിലാണെങ്കിൽ എന്താ പ്രത്യേകത? ഇക്വറ്റോറിയലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആംഗിൾ എത്ര ഡിഗ്രി ആവും? 90 ഡിഗ്രി ആവും. 90 ഡിഗ്രി ആവുമ്പോൾ cos 90 ന്യൂമറേറ്ററിൽ തന്നെ 0 വരും. ഒരു സംഖ്യയുടെ ന്യൂമറേറ്റർ 0 ആയ ആൻസർ 0 ആയിരിക്കും. അപ്പൊ കേസ് 2 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എത്ര കിട്ടും? 0 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ജനറൽ പോയിന്റിലെ ഇക്വേഷൻ അറിയാമെങ്കിൽ ആക്സിയൽ പോയിന്റിലെയും ഇക്വറ്റോറിയൽ പോയിന്റിലെയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിച്ചെഴുതാനായിട്ട് പറ്റും. ഇതാണ് ഒരു ഡൈപോളിന്റെ ജനറൽ പോയിന്റുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിനുള്ള സമവാക്യം. നിങ്ങൾ ഇത് പഠിക്കുക. ഓരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണ്ട് മനസ്സിലാക്കുക. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഏതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഓഫ് ഡൈപോൾ. ഒരു നിമിഷം കൊണ്ട് മാറാം. നിങ്ങൾ ഇതിന്റെ ഒന്ന് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ ഒരു എഴുതിയ നോട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക, സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ സ്റ്റെപ്പുകൾ ഒന്ന് കൂടെ എഴുതി നോക്കുക. ഇത്രയുമാണ് ഫസ്റ്റ് സെക്ഷൻ. സെക്കൻഡ് സെക്ഷൻ ഇതുവരെയാണ്. തേർഡ് സെക്ഷൻ ആണ് ഈ സൈഡിൽ എഴുതുന്നത്. 3 സെക്ഷൻ ആയിട്ട് ഇത് പഠിക്കും. V1 ഒരു സെക്ഷൻ, V2 ഒരു സെക്ഷൻ, ടോട്ടൽ ആഡ് ചെയ്ത് എഴുതുന്നത് 3ാമത്തെ സെക്ഷൻ. അപ്പൊ ഇത്രയും ആയപ്പോ ഈ ചാപ്റ്ററിന്റെ ഈ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർന്നിട്ടില്ല, ഇനി ഒരു സ്പെറിക്കൽ ഷെല്ലുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇത്രയും എന്ത് ചെയ്യുക, പഠിക്കുക.